മോദി ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ടേം ഏകദേശം 2 വർഷം കഴിഞ്ഞു. അതിനെപ്പറ്റി അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ അഭിനന്ദനങ്ങൾ വരുന്നു. അതിനെപ്പറ്റി അദ്ദേഹം എന്താണ് ഈ കഴിഞ്ഞ 12 വർഷം എന്താണ് നെഹ്റു ചെയ്തത്, അതിനെപ്പറ്റി ഞാൻ പ്രത്യേകം വേറെ വീഡിയോ ചെയ്യുക, ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ വെച്ച് ചെയ്യുക. എവിടെയാണ് ഈ നരേന്ദ്രമോദി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കൊണ്ട് നശിപ്പിച്ചത്, അതുൾപ്പെടെ ഡേറ്റ 1 by 1 വെച്ച് ചെയ്യുക. എന്താണ് നെഹ്റു ഇന്ത്യക്ക് പ്രാധാന്യം കൊടുത്തത്, എങ്ങനെയാണ് ഒന്നുമില്ലാത്ത സ്ക്രാച്ചിൽ നിന്നും ഇന്ത്യയെ കെട്ടിപ്പടുത്തിയത്, കൃത്യമായിട്ട് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ കാണിച്ച ഒരു തെറ്റുണ്ട്, അതിന് നിങ്ങളോട് അൺകണ്ടീഷണൽ അപ്പോളജി ചോദിക്കുകയാണ്. ഈ പറയുന്ന സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ, BJPയുടെ ഒരു കാൻഡിഡേറ്റ് തൃശ്ശൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ, വലിയ മാറ്റം തൃശ്ശൂരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം BJPയുടെ ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റിൽ ഒരാൾ ജയിക്കുകയും ആ മാറ്റം കേരളത്തിൽ ഉണ്ടായാൽ അത് കേരളത്തിലെ എല്ലായിടത്തും അത് പ്രതിഫലിക്കും, റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും ഈ പറയുന്ന സുരേഷ് ഗോപിയെ അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം കഴിഞ്ഞ 2 വർഷം പൂർത്തിയായി. അതായത് സുരേഷ് ഗോപിക്ക് മറ്റൊരു BJP MPമാർക്കും കിട്ടാത്ത വലിയൊരു ഭാഗ്യം കിട്ടി. അതായത് ജയിച്ചു വരുന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് 3ഓളം പോർട്ട്ഫോളിയോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് മോദിയുമായിട്ട് അടുപ്പം. എന്നിട്ട് അദ്ദേഹം തൃശ്ശൂരിനും കേരളത്തിനും കൊടുത്ത വാഗ്ദാനങ്ങൾ നിങ്ങൾ നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം സുരേഷ് ഗോപിയുടേതാണ് എന്നും പറഞ്ഞ് തൃശ്ശൂരിലുണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറയും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ആദ്യം അതങ്ങ് പൊളിച്ച് കയ്യിൽ തരാം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സംഭവമൊന്നും അല്ല. അത് ഇപ്പോഴത് യാഥാർത്ഥ്യമായെന്നേ ഉള്ളൂ. PC ചാക്കോ തൃശ്ശൂരിൽ MP ആയിരുന്ന സമയത്ത് അന്ന് മമതാ ബാനർജി ആയിരുന്നു റെയിൽവേ മന്ത്രി. അപ്പം അന്ന് റെയിൽവേയുടെ ബജറ്റ് കഴിഞ്ഞിട്ട് PC ചാക്കോ അന്ന് കാരണം ഈ സ്പീക്കർമാരുടെ ചെയറിൽ ഇടയ്ക്ക് മാറിയിരിക്കുന്ന പരിപാടിയുണ്ട്. ആ ചെയറിലിരിക്കുന്ന സമയത്താണ് കേരളത്തിൻ്റെ കാര്യത്തിലോട്ട് കടക്കുന്നത്. കാരണം ബജറ്റ് കഴിഞ്ഞുള്ള മറുപടി പ്രസംഗത്തിൽ ആ സമയത്ത് മമതാ ബാനർജിയോട് PC ചാക്കോ പറയുകയാണ്, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യണം, ഗുരുവായൂർ ടെമ്പിൾ സിറ്റി അടുത്താണ്, അതിന് പണം അലോക്കേറ്റ് ചെയ്യണം. അപ്പം അന്ന് മമതാ ബാനർജിയുടെ റെയിൽവേ ബജറ്റിനകത്ത് ഇത്ര റെയിൽവേ സ്റ്റേഷൻ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഇത്ര കോടി വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിനെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ സുരേഷ് ഗോപി വന്നപ്പോൾ അതിൻ്റെ പണം കൂട്ടി. അതിന് വേറെയും പ്രാധാന്യമുണ്ട്. ഈ ഗുരുവായൂരാണ് പ്രാധാന്യം, ടെമ്പിൾ സിറ്റി, അവിടെ അത്രമാത്രം ആൾക്കാർ പോകുന്നതാണ്, തൃശ്ശൂർ ജംഗ്ഷനാണ്. അത് കൃത്യമായിട്ട് അങ്ങ് പറയാം. പിന്നെ അയാളിരുന്നപ്പോൾ അതിൻ്റെ ബജറ്റ് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ് സുരേഷ് ഗോപി ഈ പറയുന്ന തൃശ്ശൂരിന് കൊടുത്ത വാഗ്ദാനങ്ങൾ? പിന്നെ മോദി പറഞ്ഞു മോദീസ് ഗ്യാരണ്ടി, മോദിയുടെ പ്രോമിസ്. എത്ര പ്രാവശ്യമാണ് നരേന്ദ്രമോദി തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷന് മുമ്പും ഈ പറയുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അവിടെ വന്നത്? റോഡ് യാത്ര, ഇത് പബ്ലിക് മീറ്റിംഗ്, പല ആവർത്തി. ചിലപ്പം ഒരു കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് തൃശ്ശൂരാണ്, വേറെ കോൺസ്റ്റിറ്റ്യുവൻസിലൊന്നും പോയിട്ടില്ല. നിങ്ങൾ ഡാറ്റ എടുത്തു നോക്ക്. എന്താണ് ഈ പറയുന്ന സുരേഷ് ഗോപി തൃശ്ശൂരുകാർക്ക് കൊടുത്ത പ്രോമിസ് എന്തുവാ? അതായത് തൃശ്ശൂർ സിറ്റിയെ സിംഗപ്പൂർ സിറ്റി ആയിട്ട് മാറ്റുന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, അയാളുടെ വായിന്നും അവിടെയുള്ള BJPക്കാർ ഞാനെന്ന് ഇലക്ഷൻ അത് റിപ്പോർട്ട് ചെയ്യാൻ, കാരണം അന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ആലുവയിലാണ്. അത് പോയ സമയത്ത് ഈ സംഭവങ്ങൾ ഞാൻ കണ്ടത്. അതായത് തൃശ്ശൂരിനെ പൂർണ്ണമായിട്ടും റീഫർബിഷ് ചെയ്ത് അതിനെ മാറ്റിയെടുത്ത് സിംഗപ്പൂർ പോലെ സിറ്റിയാക്കി മാറ്റും. ഞാനും വിശ്വസിച്ചു, നിങ്ങളും വിശ്വസിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ തൃശ്ശൂർ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സിൻ്റെ പല ആൾക്കാരും സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി ഡൽഹിയിൽ വന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം ഇദ്ദേഹം കൊടുത്ത ഉറപ്പുകളാണ്. തൃശ്ശൂർ സിറ്റി മാറ്റും, പൂർണ്ണമായിട്ടും മാറ്റും.
ഇഷ്ടംപോലെ പണം കേന്ദ്ര സർക്കാർ അവിടെ ഒഴുക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അവർക്ക് കിട്ടിയ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ കലിങ്കിൽ വെച്ചുള്ള പൊളിറ്റിക്സും ചായക്കട പൊളിറ്റിക്സും സുരേഷ് ഗോപി സ്റ്റാർട്ട് ചെയ്തു. അതിനകത്തൊരു പാവം പിടിച്ചവൻ ഒരു വീടുമായി ബന്ധപ്പെട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ, അതവിടെയുള്ള BJP-ക്കാരാണ് ഇയാളെ അവിടെ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് സുരേഷ് ഗോപി പെരുമാറുന്ന ഓർമ്മയുണ്ടോ? അത് ഞാനല്ല, അത് വേറെയാണ് കൊടുക്കേണ്ടത്, എൻ്റെ കയ്യിൽ തരണ്ട. ഇതാണ് അയാൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ തൃശ്ശൂരുള്ള അവിടുത്തെ വ്യാപാരി വ്യവസായി ചേംബേഴ്സ് കോമ പൗരസമിതി എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവരോടും പറഞ്ഞ് അയാളെ കൊണ്ട് ഇത് പറ്റത്തില്ല, അത് വേറെ കൊടുത്തോളാൻ. അതിലൊരാൾ എന്നോട് പറഞ്ഞത്, അതായത് ഒരു കാരവൻ, അതായത് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ കാരവൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു സിനിമാക്കാരൻ, അത് നടൻ ഇരിക്കുന്നത്, ആ രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പെരുമാറ്റം ഈ പറയുന്ന ഡൽഹി ഓഫീസിൽ, അതായത് അദ്ദേഹം ഇരിക്കുന്ന ഓഫീസിൽ, മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ്. ഇയാൾ മറ്റുള്ള കേന്ദ്രമന്ത്രിമാരെ പോയി അങ്ങോട്ട് കാണത്തില്ല. ഇയാളുടെ അകത്തിരിക്കുന്ന ധാരണ ബാക്കി എല്ലാവരും പ്രജകളാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഇയാളെ പോയി കാണണം. BJP-യുടെ പല നേതാക്കളും പാർട്ടിക്ക് വേണ്ടി വളരെ പ്രയത്നിച്ച് അടിയൊക്കെ കൊണ്ട് വളരെ ഗ്രൗണ്ട് വർക്കിൽ കൂടെ കയറി വന്നവരാണ്. അങ്ങനെയാണ് അവർ സീനിയർ ആവുന്നത്. അങ്ങനെയാണ് അവർ ഈ കേന്ദ്രമന്ത്രിമാരായിട്ട് ഇത്രയും 10, 30, 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ. അവർ കേരളത്തിലെ ഒരു തുക്കട സിനിമാക്കാരൻ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ആ സിനിമാക്കാരനെ അങ്ങോട്ട് പോയി കാണണം. ഇത് ഒരു കേന്ദ്രത്തിലെ ഭരിക്കുന്നൊരു മന്ത്രിയുടെ അടുത്തയാൾ പറഞ്ഞതാണ്. ഞാൻ ഇയാളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ. ഇയാൾ എന്തുവാ ചെയ്യുന്നത്? ഒരു യൂസ്ലെസ്, ഒരു പ്രയോജനത്തിനും കൊള്ളാത്തൊരു മനുഷ്യൻ. ആ വാക്കാണ് ആ പറയുന്നയാൾ ഉപയോഗിച്ച വേർഡ്. അതേപോലെ ഒരു യൂസ്ലെസ്, ഒരു ജോലിയും ചെയ്യത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല. പക്ഷെ തൃശ്ശൂരുകാർക്കും എന്നെ പോലുള്ളവർക്കും മണ്ടത്തരം പറ്റിയതാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ. 2 വർഷം കഴിഞ്ഞ് ആലുവയിൽ നിന്ന് കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടുന്നു. അദ്ദേഹം പറഞ്ഞ പ്രോമിസ് ആയിരുന്നു അല്ലയോ? ഒരു സർവേ പോലും നടന്നോ? ഇദ്ദേഹം ഈ പറയുന്ന നഗര വികസന മന്ത്രാലയം, അല്ലെ റെയിൽവേ മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, പ്രധാനമന്ത്രി അങ്ങോട്ട് പോയി ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം ഇയാളെ പോയി കാണണം. അതാണ് ഞാൻ പറഞ്ഞത്, തുക്കട സിനിമാക്കാരൻ. കേരളത്തിൽ നിന്നുള്ള 2 സിനിമാക്കാരെ ഇന്ത്യൻ നാഷണൽ ലെവലിൽ അറിയുന്നുള്ളൂ. ഒന്ന് മോഹൻലാൽ, 2 മമ്മൂട്ടി. ബാക്കിയുള്ള ഒരൊറ്റ ഒരുത്തിനെ ആർക്കും അറിയത്തില്ല. ഈ നാഷണൽ അവാർഡ് കിട്ടിയാലും, ആ അവാർഡ് കിട്ടിയാലും, ഈ അവാർഡ് കിട്ടിയാലും. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒന്ന് രജനീകാന്ത്, വിജയ്, ഇങ്ങനെ അജിത്ത്, ഇപ്പം ഈ പറയുന്ന വിജയ്, ഇവരെ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരെ ഒന്നും അറിയത്തില്ല. കാരണം ആ സ്റ്റേറ്റിൽ മാത്രം, കാരണം തമിഴ്നാട് വലിയ സ്റ്റേറ്റാണ്, കൂടുതൽ പോപ്പുലറാണ്. കേരളത്തിൽ നിന്ന് അങ്ങനെ ഉള്ളൂ. പക്ഷെ സുരേഷ് ഗോപിയുടെ ധാരണ ഈ പറയുന്ന എല്ലാവരും പുള്ളിയൊക്കെ ഫോളോ ചെയ്യുവാന്ന്. ഇതാണ് മരമണ്ടൻ സുരേഷ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സദ്യക്കിരിക്കുന്നു, അവിടെ ആഹാരം വിളമ്പുന്നു, അവിടെ പപ്പടം വെച്ചിട്ടുണ്ട്, ഒരാൾ കൊണ്ട് പപ്പടം കൊടുത്തു. ആ പപ്പടത്തിൻ്റെ ഭാഗം, അയാളുടെ കൈ ടച്ച് ചെയ്ത ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട് നോൺസെൻസ്. എത്രമാത്രം അപമാനമുണ്ടായെന്നറിയാം. ഞാൻ അതിലോട്ടല്ല ഞാൻ കൂടുതൽ കിടക്കും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഓരോന്നായിട്ട്. ഏതായാലും കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടി, നമ്മളിപ്പോൾ യാത്രയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്, അതിന് ഗ്ലോബൽ രീതിയിൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ മാർക്കറ്റാക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇദ്ദേഹം ഈ പറയുന്ന ക്ലിപ്പിംഗ് ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങളെടുത്ത് നോക്ക്. അതിനെ ഗ്ലോബലാക്കി 2 വർഷം കൊണ്ട് എന്ത് കുന്തോ അവിടെ നടന്നത്? എന്തെങ്കിലും നടന്നോ? അതവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട കടൽ, അതായത് സീസൈഡ്, അതിനെ വലിയ രീതിയിൽ ബീച്ച് ടൂറിസം കൊണ്ടുവരും. ഇപ്പോഴും ടൂറിസത്തിൻ്റെ ചാർജുള്ള മന്ത്രിയെ എന്തെങ്കിലും കൊണ്ടുവന്നു? നിങ്ങൾ വല്ലതും കേട്ടോ? എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുവന്നു? അതും തടയുക. അതേപോലെ തന്നെ ഹില്ലായിട്ടുള്ള ഏരിയ, കാരണം ഉയർന്ന പ്രദേശങ്ങൾ, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട വൈൽഡ് ലൈഫ്, ആ സംഭവം
അതിനെ ഗ്ലോബൽ സ്റ്റാൻഡേർഡായിട്ട് വലിയ ടൂറിസം പൊട്ടൻഷ്യലായിട്ട് കൊണ്ടുവന്നു. അയാൾ ഒരു കുന്തവും കൊണ്ടുവന്നില്ല. ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംഭവമാണ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി. അതിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്തങ്ങ് മാറ്റാം. ഇന്ത്യയിലെ ഒരു യുണീക്ക് സിറ്റി. ഞാൻ ഈ അയോധ്യയെ പോയി കണ്ടത്, പ്രധാനമന്ത്രി പോയി അതിനെങ്ങനെയാണ് ഇതിനെ മാറ്റിയെടുത്തത്. അതൊക്കെ ഇവിടെ ഈസി ആയിട്ട് നടക്കും. ഈ പറയുന്ന അയോധ്യയിൽ പോകുന്നതിനേക്കാളും ആളുകൾ, നിങ്ങൾ ഡേറ്റ എടുത്ത് നോക്ക്, തൃശ്ശൂർ ഈ പറയുന്ന ഗുരുവായൂർ പോകുന്നുണ്ട്. അതിനകത്ത് മറ്റുള്ള സ്റ്റേറ്റുകാർ ഇഷ്ടം പോലെ മലയാളികൾ അവിടെ പോകുന്നത്. എന്തുകൊണ്ട് മാറ്റാൻ സാധിച്ചില്ല? ഇത്രയേ ഉള്ളൂ. അതായത് സുരേഷ് ഗോപി ഒരു സമ്പൂർണ്ണ പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം, 19.7% വോട്ടാണ് കേരളത്തിൽ കിട്ടിയത് ബി ജെ പിക്ക്. തൃശ്ശൂരിൽ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബി ജെ പി 1ാം സ്ഥാനത്ത് വന്നു. അതാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്നത്. അവിടെ എവിടെങ്കിലും തൃശ്ശൂർ, അതായത് തൃശ്ശൂർ ജില്ലയിൽ ഒരിടത്തെങ്കിലും ജയിക്കാൻ സാധിച്ചോ? തൃശ്ശൂർ സിറ്റിയിൽ പത്മജ തോൽവി കണ്ടു. എന്താ കാരണം? ജനങ്ങൾക്ക് മനസ്സിലായി സുരേഷ് ഗോപി ഒരു യൂസ്ലെസ് ആണ്. ഇതേപോലെയുള്ള വിടുവാത്തരങ്ങളും തരികിടയും തക്കിടയും ഒരു മരമണ്ടൻ കൂടിയാന്ന് പിടികിട്ടി. ഒരു ബിലോ നോർമൽ സിനിമാക്കാരൻ ആൾക്കാരോട് ജാടയും വേലയും കാണിച്ചൊക്കെ നടക്കുന്നു. അബദ്ധവശാൽ അയാൾ ജയിച്ചു. അതായത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ലൈബിലിറ്റിയാണ് സുരേഷ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എടുത്തു നോക്ക്. അല്ല, സുരേഷിനേക്കാൾ ഏതെങ്കിലും ഒരു കഴിവുള്ള ഒരാൾ, ഒരു പൊളിറ്റീഷ്യൻ അവിടെ ജയിച്ചിരുന്നെങ്കിൽ ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായേനെ ആ ഡിസ്ട്രിക്റ്റിൽ. കാരണം കോൺഗ്രസ് വല്ലാത്ത ക്ഷീണത്തിലാണ്. പക്ഷേ കോൺഗ്രസ് അവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. കാരണം ബി ജെ പി, സുരേഷ് ഗോപി അവിടെ ക്ഷീണിച്ച് ഒരു മൂലയ്ക്കായിപ്പോയി. ഇതാണ് അതിൻ്റെ കാരണം. ഇനി അടുത്ത സംഭവം പാലക്കാട്. ബി ജെ പിയുടെ സംഭവമാണ്. എത്രയോ വർഷങ്ങളായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി എടുത്ത് നോക്ക്, പാലക്കാട്. എന്താ ഇവർ പറയുന്നു? ഭയങ്കര മാറ്റം കൊണ്ടുവരുമെന്ന്. ഒരു പുല്ല് മാറ്റം അവിടെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഈ പാലക്കാട് പോകുമ്പോൾ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കരുത് ഇവർ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നൊന്നും. ഞാൻ അവസാനം എയിംസിൻ്റെ കാര്യം പറഞ്ഞ്, സുരേഷ് ഗോപിയുടെ എയിംസിൻ്റെ കാര്യം പറഞ്ഞ് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക, തിരുവനന്തപുരം സിറ്റി ബി ജെ പി പിടിച്ചു. രാജേഷാണ് അതിൻ്റെ മേയർ. എന്തൊക്കെയോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. തിരുവനന്തപുരം സിറ്റിയെ ഹോങ്കോങ് സിറ്റിയേക്കാളും വലുതാക്കുമെന്ന് പറഞ്ഞു. അതിനെ പൂർണ്ണമായിട്ട് മാറ്റുമെന്ന് പറഞ്ഞു. ഇന്നും വെള്ളക്കെട്ട, ഒറ്റ മഴ 2 മഴ വെള്ളക്കെട്ട. ഈ പറയുന്ന ഓടയിലുള്ള വെള്ളം എല്ലാം ഓടി ഇവരെ വീട്ടുകളിൽ കയറുക. എന്തു കുന്തമാണ് ഇമാരത് ചെയ്തത്? അതുകൊണ്ട് ഞാൻ ഈ പറയുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ചില ആൾക്കാരെ അസസ് ചെയ്യാനും, ചില ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങളിൽ എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുകയൊന്നും ചെയ്യരുത്. ഈ സംഭവങ്ങളൊക്കെ ബി ജെ പി വന്നാൽ ഒരു പുല്ലും മാറാൻ പോകുന്നില്ല. 100%. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോൾ ഇന്ത്യയിലെങ്ങാണ്ട് 100 സ്മാർട്ട് സിറ്റി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. 100 എണ്ണം. നിങ്ങൾ മനസ്സിലാക്കിയോ? ഒരു സിറ്റി പോലും കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയെ കൊണ്ടുവന്നിട്ടില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഒരു സിറ്റി കൊണ്ടുവന്നു, ഗുഡ്ഗാവിനടുത്ത് മിലേനിയം സിറ്റി, ഗുരുഗ്രാം. ബി ജെ പി വന്നപ്പോൾ അത് മോഡിഫൈ ചെയ്തു. ഇന്നും ആ സിറ്റിയിൽ ഒറ്റ മഴ 2. അവിടെ അത്രമാത്രം ഡേട്ട്, അവിടെ മുഴുവൻ അലമ്പ് ബഹളവാ. എല്ലായിടത്തും ഈ സാധനം, ഈ ത്രാഷികൾ കിടക്കുക, പശുക്കൾ ഇങ്ങനെ അലഞ്ഞ് കിടക്കുക. ഏത് സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാകും. എല്ലാം കുഴികളാണ് ആ റോഡ്. അതിനെയാണ് മിലേനിയം സിറ്റി എന്ന് പറയുന്നത്. അതാണ് ബി ജെ പി. ആ സിറ്റിക്കകത്ത് പല ആൾക്കാരും, എൻ്റെ പല സുഹൃത്തുക്കളും വീട് മേടിച്ചു. അതിൻ്റെ വീടിൻ്റെ വില ഹ്യൂജാണ്. 4-5 കോടി രൂപയാണ് ഈ ഗുരുഗ്രാം സിറ്റിക്കകത്ത് വീടിൻ്റെ വില. ആ വീട് മേടിച്ചു, എല്ലാവർക്കും പണി കെട്ടി, ഒരൊറ്റ വീട്ടിലും വെള്ളമില്ല. എന്താ അവിടുത്തെ മുനിസിപ്പാലിറ്റി ആരാ ഭരിക്കുന്നത്? ബി ജെ പി. ആ സ്റ്റേറ്റ് ആരാ ഭരിക്കുന്നത്? ബി ജെ പി. കേന്ദ്രം ആരാ ഭരിക്കുന്നത്? ബി ജെ പി. ഡൽഹിക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലം. ഇതേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എയിംസിൻ്റെ കാര്യം പറയാം. സുരേഷ് ഗോപി പറഞ്ഞ് എയിംസ് കൊണ്ടുവരുന്നു. നേരത്തെ LDFിൻ്റെ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞു, എവിടെയാണ് സുരേഷ് ഗോപി എയിംസിന് എവിടെ സ്ഥലം വേണം,
ആ സ്ഥലം ഞങ്ങൾക്ക് ഇത്ര സമയം തന്നാൽ മതി, ഒരൊറ്റ ദിവസത്തിലുള്ള സ്ഥലം അലോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആ പൊങ്ങൻ, ആ മണ്ടൻ ഒരക്ഷരം മിണ്ടിയോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എയിംസ് എന്ന് പറഞ്ഞാൽ അവിടെ കേരളത്തിൽ വന്നിട്ട് വലിയ കുന്തവും മാറ്റവും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജ് അതേപോലെ സംഭവമേ ഉള്ളൂ ഈ സംഭവം. അല്ലാതെ ഈ പറയുന്ന പല എയിംസും 2-3 എയിംസ് ഒഴികെ ഇന്ത്യയിൽ ഓടുന്ന പല എയിംസുകൾ റൺ ചെയ്യുന്നത് അവിടെ ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സും സ്റ്റാഫുമായിട്ടാണ്. കാരണം അത്രയും ബജറ്റില്ല, അത്രയും മിടുമിടുക്കന്മാരായ ഡോക്ടേഴ്സിനെ കിട്ടുന്നില്ല. ഇത് നിങ്ങളുടെ ഡാറ്റ, ഇത് ഗൂഗിളിൽ കിട്ടും, നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താൽ അവൈലബിളാണ്. എയിംസ് ഒന്നും വന്നുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇപ്പോൾ എയിംസ് വരുന്നതിൻ്റെ പേരിലാണ് ആരോഗ്യരംഗം മാറിയത്. കേരളത്തിൻ്റെ പൊതുവെ അതായത് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സംഭവമാണ്. അതവിടെ എയിംസ് കൊണ്ടുവന്ന് അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ വേറൊരു വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിലുള്ള BJPയുടെ MP-മാരും കോൺഗ്രസിൻ്റെ MP-മാരും മറ്റുള്ള MP-മാരും എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എയിംസ്. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും എയിംസ് കൊടുക്കാൻ പറ്റത്തില്ല. അത് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നതിലുപരി ഇതിൽ യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല. മറ്റൊരു സുരേഷ് ഗോപി തള്ള് എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. അതായത് തൃശ്ശൂരിനെ എങ്ങനെ തള്ളിമറിച്ചു, തൃശ്ശൂരിനെ എടുത്തു, അതേപോലെയുള്ള തള്ളു മാത്രമേ ഉള്ളൂ. BJP എലക്റ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ പാലക്കാടാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും തൃശ്ശൂരും ഉണ്ടായിരിക്കുന്നത് ഇത് തന്നെയാണ്. ആ സിറ്റി പോലും ബ്യൂട്ടിഫൈ ചെയ്യാൻ, അത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമില്ല. തിരുവനന്തപുരം സിറ്റി വൃത്തിയാക്കി ബ്യൂട്ടിഫൈ ചെയ്യുക, പാലക്കാട് സിറ്റി വൃത്തിയാക്കി ബ്യൂട്ടിഫൈ ചെയ്യുക, അതുപോലും കഴിയാത്ത കിഴങ്ങന്മാരാണ് കേരളത്തെ മാറ്റുമെന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും തള്ളി ദൂരെ കളയേണ്ടത്. ഇൻക്ലൂഡിങ് സുരേഷ് ഗോപിയെ പോലെയുള്ള പൊങ്ങന്മാരെ എടുത്ത് തോട്ടിലെറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.